അങ്ങനെ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്നത്തെ മത്സരത്തിൽ റഹ്മത്ത് ഷാ മാത്രമേ അഫ്ഗാനിസ്ഥാന് വേണ്ടി അത്യാവശ്യം കളിച്ചിട്ടുള്ളായിരുന്നു. ബാക്കി എല്ലാവരും നിരാശപ്പെടുത്തി. പിന്നെ റക്കോൾട്ടൻ്റെ സെഞ്ചുറിയുടെ മികവിൽ സൗത്ത് ആഫ്രിക്ക ഒരു കൂറ്റൻ സ്കോർ ഉയർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. റക്കോൾട്ടൻ്റെ ആ റൺഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലാണ്. അംഗീകരിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ നമുക്കിത്തിരി വിഷമം ഉണ്ടാകുന്ന തരത്തിലാണ് ആ റൺഔട്ട് ആയത്. ചെറുക്കൻ നന്നായിട്ട് കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, അത് പോട്ടെ. പക്ഷേ ഞാൻ പറയാൻ വന്ന സംഗതി അതൊന്നുമല്ല. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരുടെ സ്വന്തം ചിന്നത്തല വീണ്ടും സിംഹഹൃദയന്മാരുടെ കൂടാരത്തിലേക്ക് വരികയാണ്. സിംഹഹൃദയന്മാരല്ല, സിംഹത്തിന്റെ തലയുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചെന്നൈ മന്നന്മാരുടെ തറവാട്ടിലേക്ക് വരികയാണ് ചിന്നത്തല. വീണ്ടും മാനേജ്മെന്റുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ചെന്നൈയിൽ നിന്ന് ഉടക്കിയൊക്കെ റൈന പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫീൽഡിംഗ് പരിശീലകനായിട്ടായിരിക്കും സുരേഷ് റൈന വരുന്നതെന്ന് റവ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സുരേഷ് റൈനയുടെ ആ ഇടംകൈ കൊണ്ട് ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്യുന്ന മാജിക്കൽ ഫീൽഡർ സുരേഷ് റൈന വീണ്ടും കളി പഠിപ്പിക്കാൻ മടങ്ങി വരുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഹോട്ടൽ ബിസിനസ്സുമായിട്ട് ഫുട്ബോളിൽ നിന്ന് കംപ്ലീറ്റ് അവധി എടുത്തു പോയ റൈന മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളിൽ തിളങ്ങിയിട്ടുണ്ട്. എന്തായാലും റൈനയുടെ ഫീൽഡിംഗ് മികവ് അല്ലെങ്കിൽ ഫീൽഡിംഗ് തന്ത്രങ്ങൾ, തൻ്റെ തന്ത്രങ്ങളുടെ താളിയോല കെട്ടുകൾ അഴിച്ചു വെച്ച് സുരേഷ് റൈന ചെന്നൈയിലെ യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് ഫീൽഡിംഗ് തന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കാൻ വരികയാണ്.